11,000-ഓളം ആത്മഹത്യകളാണ് ഒരു വർഷം കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ 15 മടങ്ങാണ് ആത്മഹത്യാ ശ്രമങ്ങൾ. നമ്മുടെ കുട്ടിയുടെ പ്രധാന ബുദ്ധിവൈഭവം ഏതാണെന്ന് തിരിച്ചറിയുക. അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഉപരിപഠന മേഖലയിലേക്ക് വിടുക. അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഉപജീവന മേഖല അവന് ശരിയാക്കി കൊടുക്കുക. ഈ വഴിയിലേക്ക് അയാളെ ഗൈഡ് ചെയ്യുക. കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടി അവരെ നന്നായി കളിക്കാൻ അനുവദിക്കുക അനുവദിക്കണം. എന്നുള്ളതാണ് അതെ. ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. ഓക്കെ. ഓരോ കുട്ടിയുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടുകയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒട്ടേറെ മനോവിഭ്രാന്തിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടുകയാണോ? നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റമാണോ? കുടുംബ അന്തരീക്ഷങ്ങളിൽ വന്നിട്ടുള്ള മാറ്റമാണോ? എന്താണ് യഥാർത്ഥ കാരണം? എന്താണ് പരിഹാരം? പരിശോധിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ഈ ആ, ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. പല തരത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണോ? എന്തുകൊണ്ട് ഇങ്ങനെ കൂടുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന്റെ മാനസികാരോഗ്യം മോശമാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. ആത്മഹത്യാ നിരക്ക് എടുത്തു കഴിഞ്ഞാൽ കേരളം പണ്ട് തൊട്ടേ ആത്മഹത്യാ നിരക്കിൽ വളരെ മുന്നിൽ നിന്ന ഒരു സംസ്ഥാനമാണ്. ഒരു 10-15 കൊല്ലം മുമ്പുള്ളൊരു കണക്കെടുത്താൽ 1,00,000 ജനസംഖ്യയ്ക്ക് 32 എന്ന തോതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വർഷങ്ങളോളം തുടർച്ചയായിട്ട് നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അതേ തുടർന്ന് വ്യാപകമായിട്ടുള്ളൊരു മാനസികാരോഗ്യ സാക്ഷരതാ ക്യാമ്പയിൻ ഇവിടെ നടന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് പലപ്പോഴും ആത്മഹത്യക്ക് വഴിതെളിക്കുന്നത്. വിഷാദം, ലഹരി അടിമത്വം, ആ. ചിത്തഭ്രമം, സംശയരോഗം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ബോധവൽക്കരണം മാധ്യമങ്ങൾ അടക്കം മുൻകൈ എടുത്തുകൊണ്ട്, മാനസികാരോഗ്യ പ്രവർത്തകരടക്കമുള്ള ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് വിപുലമായ തോതിൽ നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു വരുന്നൊരു അവസ്ഥയുണ്ടായി. ഒരു 2017 ആയപ്പോഴേക്ക് 1,00,000 ജനസംഖ്യയ്ക്ക് 21 എന്ന അവസ്ഥയിലേക്ക് ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു. ഉം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് കേരളം പുറത്തുപോയി. ശുഭ ഓക്കെ. സൂചനകളായിരുന്നു. പക്ഷെ ഒരു 2018 തൊട്ട് വീണ്ടും ചെറിയൊരു വർധനവ്. കോവിഡിന്റെ സമയത്താണ് അത് ഒരു കുതിച്ചുചാട്ടമായി മാറിയത്. കാരണം കോവിഡിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞു, ലോകമെമ്പാടും സർവ്വസാധാരണമായ മാനസിക രോഗങ്ങൾ, കോമൺ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും, 4 അവസ്ഥകളാണ്: വിഷാദരോഗം, ഉത്കണ്ഠാരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, ലഹരി അടിമത്തം. ഈ ഓക്കെ. 4ലും ഒരു 25% വർധനവ് ലോകമെമ്പാടും വന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ ഇവിടെയും വന്നു. അതിനെ തുടർന്നാണ് വീണ്ടും ഈ ആത്മഹത്യാ നിരക്ക് ഒരു വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോവുകയും ഇപ്പോൾ 2024 കണക്ക് പ്രകാരം 1,00,000 ജനസംഖ്യയ്ക്ക് 31 എന്ന ഒരു അവസ്ഥയിലേക്ക് ആത്മഹത്യകൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഏതാണ്ട് 11,000-ഓളം ആത്മഹത്യകളാണ് ഒരു വർഷം കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ 15 മടങ്ങാണ് ആത്മഹത്യാ ശ്രമങ്ങൾ. അതായത് ഓക്കെ. 1,50,000-ഓളം ആളുകൾ സ്വയം മരിക്കാൻ ശ്രമിക്കുന്നു ഓക്കെ. കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, വ്യാപകമായുള്ള ലഹരി ഉപയോഗം, തീവ്രമായ മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഓക്കെ. പരസ്പരം താരതമ്യം ചെയ്യുന്ന ഒരു മനോഭാവം. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ എടുത്താൽ, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാഷ്ട്രമായ ഫിൻലാൻഡ്, അവിടത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രദർശനാത്മകത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സമ്പന്നൻ പോലും സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുന്നു, സാധാരണ കാറ് ഓടിച്ചു പോകുന്നു, സാധാരണ വലിപ്പമുള്ള വീട്. ഏറ്റവും പണ്ഡിതനായ ആൾ പോലും നാട്ടുകാരെ വിളിച്ചുകൂട്ടി സ്വന്തം പാണ്ഡിത്യം തള്ളിമറിക്കാറില്ല. അത്തരം കാര്യങ്ങളൊക്കെ വളരെ മ്ലേച്ഛമായിട്ടാണ് അവിടെ കരുതപ്പെടുന്നത്. അവിടെ ഒരു പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ. ഓക്കെ. ഇതാണ് അവരുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പ്രകൃതിയിൽ നമുക്കൊരു റോളുണ്ട്, അത് നിർവഹിച്ചുകൊണ്ട് പ്രകൃതിക്ക് ക്ഷാമം വരാത്ത രീതിയിൽ, പ്രകൃതിക്ക് കേടുവരാത്ത രീതിയിൽ, അന്യജീവികൾക്ക് കുഴപ്പം വരാത്ത രീതിയിൽ മുന്നോട്ട് പോകും. ഒരു വളരെ ബ്യൂട്ടിഫുൾ ഫിലോസഫിയാണ്. അതുകൊണ്ടാണ് ഇന്നും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലാൻഡ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അതിന് തൊട്ട് താഴെ ഇങ്ങനെ വരുന്നു. അപ്പം ഇവിടെ അത്തരത്തിലുള്ള ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു തത്വചിന്ത ഇല്ലാതെ പോകുന്നത്, ഓക്കെ. ഒരു ദാർശനികമായ ശൂന്യത, ഒരു ഫിലോസഫിക്കൽ വാക്വം ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറയാൻ സാധിക്കും. പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും. പണ്ടൊക്കെ
നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ കുറേയേറെ ഗൈഡൻസ് കിട്ടുമായിരുന്നു കൊച്ചു കുട്ടികൾക്ക് പോലും. ഇന്ന് കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നതാണോ പ്രശ്നമാകുന്നത്? അതായത് നമ്മുടെ വേ ഓഫ് ബ്രിങ്ങിങ് അപ്പ് അത് വലിയ വിഷയമാണോ ഡോക്ടർ? തീർച്ചയായിട്ടും ഈ പാരൻറ്റിങ്ങിൻ്റെ അപാകതയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ മാതൃകകൾ എടുത്തു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു പാരൻറ്റിങ് രീതിയായിട്ട് പറയുന്നത് ആധികാരിക രക്ഷാകർതൃത്വം, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയും. അവിടെ സ്നേഹമുണ്ട്, അച്ചടക്കമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഉത്തരവാദിത്വ ബോധമുണ്ട്. ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാന്നുള്ളതാണ്. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വ്യാപകമായ പരാതി ഒരനുസരണയില്ല, പറയുന്ന ഒന്നും കേൾക്കില്ല. എന്നാൽ ഇതേ കുട്ടി 18 വയസ്സ് തികഞ്ഞാൽ പിറ്റേന്ന് പറയുന്ന പരാതി ഒരു ഉത്തരവാദിത്വവും ഇല്ല, സ്വന്തമായി ഒന്നും ചെയ്യില്ല. അപ്പോൾ 18 വയസ്സ് വരെ സമ്പൂർണ്ണ അനുസരണയിൽ നിന്നും ഇരുട്ടി വെളുക്കുമ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് മാറാൻ പറ്റുക? അപ്പോൾ ഒരു കുട്ടിയെ നമുക്കറിയാം, മോസ്റ്റ് ഹെൽപ്ലെസ് ഇൻഫൻ്റ് ആണ് ഹ്യൂമൻ ഇൻഫൻ്റ്. ഏറ്റവും നിസ്സഹായനായ ശിശുവാണ്. മറ്റേത് മൃഗങ്ങളുടെ ശിശു എടുത്തു കഴിഞ്ഞാലും ഒരു കൊല്ലത്തിനുള്ളിൽ അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരും. മനുഷ്യ ശിശു പതിറ്റാണ്ടുകൾ എടുക്കും അല്ലേ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ. പക്ഷേ ഈ മനുഷ്യ ശിശുവാണ് നാളെ അന്യഗ്രഹങ്ങളിലേക്ക് ഉപഗ്രഹങ്ങൾ വിടുന്ന ലെവലിലുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ജീവജാലമായി മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഈ ഏറ്റവും നിസ്സഹായനായ ഒരു ശിശുവിനെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കരുത്തനായ ഒരു ജീവജാലമായി മാറ്റുന്ന ആ ഒരു മാജിക്കാണ് പാരൻറ്റിങ്. ആ ഓക്കെ. പാരൻറ്റിങ്ങിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല. ഓക്കെ. അപ്പോൾ അയൽ വീട്ടിലെ കുട്ടിക്ക് IITക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടിയെ ആ വഴിക്ക് അടിച്ചു തള്ളിക്കാൻ നിൽക്കേണ്ടതില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി ഒരു മികച്ച ഗായകനാകാൻ പോകുന്നതായിരിക്കും. അപ്പോൾ പലപ്പോഴും മെഡിക്കൽ എൻട്രൻസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വരുന്ന പല കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, എത്ര ഡോക്ടർമാർ രാഷ്ട്രത്തലവന്മാരായി മാറിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായി ഇരുന്ന ഒരു ഡോക്ടറുടെ പേരറിയാം, കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ രാഷ്ട്രത്തലവന്മാരായിട്ടുള്ള നിയമ ബിരുദധാരികളുടെ ഒരു ലിസ്റ്റ് എടുക്കൂ, വലിയ ലിസ്റ്റാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ അഭിരുചികളുണ്ട്. അതെ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ബഹുമുഖ ബുദ്ധി വൈഭവം എന്ന് പറയും. അപ്പം നമ്മുടെ കുട്ടിയുടെ പ്രധാന ബുദ്ധിവൈഭവം ഏതാണെന്ന് തിരിച്ചറിയുക, അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഉപരിപഠന മേഖലയിലേക്ക് വിടുക, അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഉപജീവന മേഖല അവന് ശരിയാക്കി കൊടുക്കുക. ഈ വഴിയിലേക്ക് അയാളെ ഗൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്ന അങ്ങേ അറ്റത്തെ മൃഗീയമായ ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ താരതമ്യം വളരെ ചെറുപ്പത്തിലേ വരുമ്പോൾ അത് അക്കാദമികമായ താരതമ്യമായിട്ട് തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ അയൽ വീട്ടിൽ ഒരു വലിയ കാറ് വാങ്ങി, ഉടനെ തന്നെ ഒരു അസ്വസ്ഥത വരികയാണ്. അത് എന്തോ കള്ളക്കടത്ത് നടത്തി കിട്ടിയ പൈസയാണ്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലൊരു ഐഡിയ കിട്ടുന്നത്, കള്ളക്കടത്ത് നടത്തിയാണെങ്കിലും ഒരു വലിയ കാർ വാങ്ങിയാൽ അതെ. സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കും. ഒരു വളരെ തെറ്റായ മെസ്സേജാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദർശനാത്മകത, നമ്മളൊന്ന് വീണ്ടും ഫിൻലാൻഡിലേക്ക് പോയാൽ, ഇപ്പോൾ സ്വത്ത്, സമ്പത്ത്, ഭൂസ്വത്ത് അല്ലെങ്കിൽ വീട്, വാഹനം, വസ്ത്രം, പാണ്ഡിത്യം, ഇതിനെയൊക്കെ അങ്ങ് പ്രദർശിപ്പിക്കുക വഴി വളരെ വികലമായിട്ടുള്ളൊരു മനോനിലയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് പകരം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം? അത് ഓരോരുത്തർക്കും ഓരോ തരം ലക്ഷ്യങ്ങൾ വെക്കാവുന്നതാണ്. ഓക്കെ. ഓക്കെ. ഞാൻ അതിന് മുമ്പ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം ഡോക്ടർ. അതായത് ചില കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിരിക്കും. ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾ പലരും ചെയ്യുന്നത് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അതല്ല എങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനെ സംരക്ഷിക്കുന്നു. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഏതെങ്കിലും തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, പലതരത്തിലായിരിക്കും, മറ്റുള്ളവരെക്കുറിച്ച് മോശം സംസാരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഒരാളിൽ നിന്നും അയാളുടെ അറിവില്ലാതെ എടുക്കുന്ന കുട്ടി, ഇങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ പോലും മാതാപിതാക്കൾ ചെയ്യുന്നത് ഈ കുട്ടികളെ തിരുത്തുന്നതിന് പകരം എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. അതിനോടൊപ്പം തന്നെ ഇത് അവരുടെ മനസ്സിൽ ഒരു ആധിയായം ഉണ്ടാകും. എൻ്റെ മകൻ അനുസരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത്തരത്തിലൊരു സ്വഭാവക്കാരനാണ് എന്നുള്ളൊരു ആദ്യം അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷേ അത് കറക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്?
കാരണം ഇത് വലുതായി വരുമ്പോൾ ഒരു വലിയ സ്വഭാവ വൈകല്യമായി വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാൻ പറ്റും എന്നൊരു സന്ദേശമാണ് അത്തരം സന്ദർഭങ്ങളിൽ കുട്ടിക്ക് കിട്ടുന്നത്. പിടിവാശി കാണിക്കുന്നു, ബഹളം വെക്കുന്നു, പൊതുസ്ഥലത്ത് വെച്ച് കരയുന്നു, നിലവിളിക്കുന്നു. അപ്പോൾ ആഗ്രഹിക്കുന്ന അങ്ങ് നേടിക്കൊടുത്താൽ ആ കുട്ടിക്ക് ഒരു സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കിട്ടുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ കുറച്ച് ബഹളം വെച്ചാൽ മതി. അയാളെ ഒന്ന് നാണം കെടുത്തുന്ന രീതിയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ ആഗ്രഹം അങ്ങ് നടക്കും. ഇത് ജീവിതകാലം മൊത്തം അത് വിജയകരമായി നടക്കണമെന്നില്ല. ഉം. വീട്ടിൽ ചെറിയ പ്രായത്തിൽ ഇത് നടക്കും. കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി സ്കൂളിൽ ഇത് കാണിച്ചു തുടങ്ങും. കോളേജിലേക്ക് എത്തി പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരാളോട് അത് നിരസിക്കപ്പെടുന്നു. ഉടനെ ഇതേപോലൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതൊരു നിയമപ്രശ്നമായി മാറും. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സമ്മർദ്ദം ചെലുത്തിയാൽ നടക്കും എന്ന ഒരു മെസ്സേജുമായി വരുന്ന ഒരാളാണ് ഈ പ്രണയം നിരസിക്കപ്പെടുമ്പോൾ ആ. കാമുകിയുടെ പുറത്ത് ആസിഡ് ഒഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ. ആ ആ അപ്പൊ ആഗ്രഹങ്ങൾ നടപ്പിലാകാതെ വരാൻ ഇപ്പൊ ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു തന്ത്രം പേരന്റിങ്ങിൽ ഉപയോഗിക്കും. കാരണം ജീവിതത്തിന്റെ ഒരു പൊതു സ്വഭാവമൊക്കെ എടുത്താൽ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന പലതും ആഗ്രഹിക്കുന്ന ആ നിമിഷം നടക്കാറില്ല. ഇപ്പോൾ ഒരു സർക്കാർ ജോലി വേണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു, അതിനുവേണ്ടി കഠിനമായിട്ട് ശ്രമിക്കുകയാണ്. ആ തീവ്രമായ ആഗ്രഹം ഉള്ള സമയത്ത് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. കുറെ PSC പരീക്ഷകളൊക്കെ എഴുതി കിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഒരു സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറി കുറെ കഴിയുമ്പോൾ ഇതാ അപ്പോയിൻമെന്റ് ഓർഡർ വരുന്നു. അപ്പൊ ഇതാണ് ജീവിതം. അപ്പൊ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വീണ് കിട്ടും. ക്ഷമ. ആ That's it. കാത്തിരിക്കാനുള്ളൊരു ക്ഷമയാണ് അത്യാവശ്യം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കുട്ടികളെയും അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അതുപോലെ അത് അത്തരത്തിൽ ഈ സ്വഭാവ വൈകല്യമുള്ളവരെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സംവിധാനവും ഇന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് മസ്തിഷ്ക വികസന വൈകല്യങ്ങൾ, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. തലച്ചോറിന്റെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ പ്രായത്തിനനുസരിച്ച് വളരാതെ വരുന്നു. അതായത് കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, പക്ഷേ പഠിക്കുമ്പോൾ അവൻ പിന്നിലേക്ക് പോകുന്നു, അവനെ തല്ലി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവൻ പഠിക്കുന്നില്ല എന്ന ഒരു ആ സാഹചര്യങ്ങളൊക്കെ ഒരു ഉണ്ടാവാം. അവസ്ഥ. അതുപോലെ കുട്ടികളിലെ അമിത വികൃതി, ടെൻഷൻ അമിത ഡെഫിസിറ്റ് വികൃതി. ഓക്കെ. ഹൈപ്പർ ആക്ടിവിറ്റി, പഠന വൈകല്യം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ഇതൊക്കെ ഈ കൂട്ടത്തിൽ വരും. രണ്ടാമത്തേത് എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും. പുറമേ കാണുന്ന പല പെരുമാറ്റ പ്രശ്നങ്ങൾ, മോഷണം, കളവ് പറച്ചില്, മറ്റുള്ളവരെ ഉപദ്രവിക്കല്, അത്തരം രീതികൾ. മൂന്നാമത്തേത് ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും. വെളിയിൽ നോക്കുമ്പോൾ ശല്യമൊന്നുമില്ല, പക്ഷേ ഈ കുട്ടിയുടെ ജീവിതം നേരെയല്ല. അവന് ഉറങ്ങാൻ പറ്റുന്നില്ല, അവന് കഠിനമായ സങ്കടം വരുന്നു, ഓക്കെ. അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ വരുന്നു, അവന് മരിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ ഇന്ന് സംവിധാനങ്ങൾ നിലവിലുണ്ട്. കാരണം എല്ലാ മാനസിക പ്രശ്നങ്ങളും തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനങ്ങളാണ് ഈ മാനസിക പ്രശ്നങ്ങൾക്ക് ഓക്കെ. കാരണമാകും. അപ്പൊ അത് അപ്പോൾ ആ ചികിത്സിച്ച് ഭേദമാക്കാം. രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാവുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും ഉപയോഗിച്ചാൽ ഭൂരിപക്ഷം മാനസികാരോഗ്യ പ്രശ്നങ്ങളും വളരെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താം. ഓക്കെ, ഗ്രേറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിട്ടുള്ള ഒരു കൊച്ചു കുട്ടി, 7ാം ക്ലാസ്സുകാരനാണ്. അവൻ മൊബൈൽ ഗെയിമിൻ്റെ ആണ്. അതുകൊണ്ട് മൊബൈൽ വാങ്ങി വെക്കുന്നു, അതിൽ പിണങ്ങി അവൻ ഇറങ്ങി പോവുകയാണ്. ഞാൻ കാശിക്ക് പോവുകയാണ്, അവിടെ ദൈവത്തിൽ അലിഞ്ഞു ചേർന്നു പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ആ കുട്ടിയെക്കുറിച്ചൊരു വിവരവുമില്ല. മൊബൈൽ ഇപ്പോൾ വലിയൊരു വിഷയമാണ്, നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കും. ഞാനിപ്പോൾ ഈ ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാനുള്ള കാരണം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ തേടിയുള്ള യാത്രയാണ് ഈ ചെറിയ ഒരു സംഭാഷണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാരണങ്ങൾ. ഒന്നുകിൽ മൊബൈൽ ഗെയിമിന് അടിമയായിരിക്കും, അങ്ങനെ പലതരത്തിൽ മൊബൈലിന് അടിമയാകുന്ന കുട്ടികൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒട്ടേറെ പാരൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ 2025 നാഷണൽ എക്കണോമിക് സർവേയിൽ വരെ ഈ ഒരു കാര്യം പരാമർശ വിഷയമായതാണ്. ഈ ഡിജിറ്റൽ അടിമത്തം 4 രീതിയിൽ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. ഒന്ന്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു താളക്രമം തന്നെ തെറ്റിപ്പോകുന്ന തരത്തിലേക്ക്. അതായത് അവരുടെ ഉറങ്ങുന്ന സമയം. ഇപ്പം കൗമാരപ്രായക്കാരെ എടുത്താൽ 3നും 4നും ഇടയ്ക്കാണ് ഇപ്പോൾ ശരാശരി ഉറങ്ങാൻ കിടക്കുന്ന സമയം. നിർഭാഗ്യവശാൽ കോളേജ് ഇപ്പോഴും 8 മണിക്കും 9 മണിക്കും ഒക്കെ തന്നെ തുറക്കും. അപ്പോൾ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറയുന്നു, അതിൻ്റെ ഗുണനിലവാരം കുറയുന്നു. ഒന്നാമത്തെ പ്രശ്നം. 2, ഇവരുടെ ശ്രദ്ധ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വളരെ ചടുലമായ ദൃശ്യങ്ങൾ മാത്രം കണ്ട്, ഒരു യൂട്യൂബ് വീഡിയോ കാണണമെങ്കിൽ പോലും 2x കണ്ട്, റീൽസും ഷോർട്സും കണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വിവരം കൊണ്ട് എസ്സേ എഴുതി ഫലിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ചിന്താധാര പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ വളരെ ചടുലമായിട്ടുള്ള ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ക്ലാസ് സഹിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ, ശ്രദ്ധ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. 3, പണ്ടൊക്കെ ഞങ്ങളുടെ കൗമാരകാലത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ കൗമാരകാലത്ത് പോലും സൗഹൃദമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി.
സുഹൃത്തുക്കളുമായി സംസാരിക്കാതെ ഇടപെടാതെ ജീവിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. അതെ. അവർക്കൊരു ഡിജിറ്റൽ ഉപകരണം ഉണ്ടെങ്കിൽ മണിക്കൂറുകളോളം അതെ. സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള മാനുഷിക മൂല്യങ്ങൾ, അനുതാപം പോലെയുള്ള ഗുണവിശേഷങ്ങൾ, ഇതൊക്കെ കുറയുകയാണ്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളുടെയും പ്രത്യാഘാതമായി നാലാമത് ഈ ഡിജിറ്റൽ ഉപയോഗം തന്നെ ഒരു അഡിക്ഷനായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞൊരു സംഗതി വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. കറണ്ട് അടിച്ച ആൾ മരിക്കാനും തുടങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് ആരും നമ്മൾ വൈദ്യുതിയെ തള്ളി പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ തരുന്നു. അതിൻ്റെ സമയം കൃത്യമായിട്ട് ക്രമീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇരുതല മൂർച്ചയുള്ള വാളെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. തീർച്ചയായും. അപ്പോൾ 2 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാതിരിക്കുക. അത് കണ്ടിട്ട് അവർക്ക് ഒരു പ്രയോജനവുമില്ല, ഒന്നും അവരുടെ തലച്ചോറിൽ പതിയുന്നില്ല. 2 മുതൽ 3 വയസ്സ് വരെ 30 മിനിറ്റ് മാക്സിമം സ്ക്രീൻ ടൈം. 3 മുതൽ 5 വയസ്സ് വരെ മാക്സിമം 1 മണിക്കൂർ സ്ക്രീൻ ടൈം. 6 മുതൽ 18 വയസ്സ് വരെ പരമാവധി 2 മണിക്കൂറായിരിക്കണം ഒരു ദിവസത്തെ മൊത്തം ദൃശ്യമാധ്യമ സമയം. ഇത് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞൊരു അഡിക്ഷനിലേക്ക് പോകാനും അനുബന്ധമായിട്ടുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ പല മാതാപിതാക്കളും ചോദിക്കാറുണ്ട്, വൈകിട്ട് വന്നിട്ട് ഇതങ്ങ് കയ്യിലെടുത്താൽ പിന്നെ താത്തു വെക്കത്തിൽ എന്ത് ചെയ്യും? ഒരു 2 മണിക്കൂർ കായിക വ്യായാമത്തിനുള്ളൊരു അവസരം കൊടുക്കുക. പല ആളുകളും വിചാരിക്കും ഈ കളിച്ച് സമയം കളയില്ലേ. അങ്ങനെയല്ല. കൃത്യമായി കായിക വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടും. അത് കുട്ടികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. അവരുടെ സ്റ്റഡി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അവർ പഠിക്കാനിരുന്നാൽ എത്ര മണിക്കൂർ യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്നു. ഇത് കൃത്യമായി കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളിൽ വളരെ കൂടുതലാണ്. ഈ കായിക വ്യായാമം ഇല്ലാത്ത കുട്ടികളുടെ സ്റ്റഡി എഫിഷ്യൻസി 50% താഴെയായിരിക്കും. അതായത് 1 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്നാൽ പോലും 1.5 മണിക്കൂറിൽ താഴെയായിരിക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടി അവരെ നന്നായി കളിക്കാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം പറഞ്ഞു, ചില വൈകല്യങ്ങളുള്ള കുട്ടികൾ, അനുസരണയില്ലാത്ത കുട്ടികളെല്ലാം പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ചോദ്യം ഡോക്ടറോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹപ്രവർത്തകനോട് സംസാരിച്ചപ്പോൾ സഹപ്രവർത്തകൻ്റെ പേര് വെളിപ്പെടുത്താത്തത് ഐഡൻറ്റിറ്റി പ്രശ്നമുള്ളതുകൊണ്ടാണ്. വളരെ അനുസരണശീലമുള്ളൊരു കുട്ടി വളർന്നു വരുന്നു. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും അനുസരണശീലമുള്ള ആളായി വളർന്നു വരുന്നു. അവന് യാതൊരു ദുസ്വഭാവവുമില്ല, യാതൊരു ദുശീലവുമില്ല. വളരെ നല്ല കുട്ടിയായി വളർന്നു വരുന്നു. ഒരു വിവാഹം കഴിക്കുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷിക്കുമ്പോൾ നല്ല പയ്യൻ, അച്ഛനൊപ്പം ജോലിക്ക് പോകുന്നു, തിരികെ എത്തുന്നു. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 വയസ്സുകാരൻ എങ്ങനെയാണോ അച്ഛനെ അമ്മയെ അനുസരിക്കുന്നത്, അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന മകൻ. അത് ഒരു കാരണവശാലും ഒരു അഡൽട്ടിന് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കുടുംബജീവിതം നയിക്കാൻ സാധിക്കില്ല. അപ്പോൾ വൈഫിനെ പൂർണ്ണമായും അവഗണിക്കുന്നൊരവസ്ഥ. ആ പെൺകുട്ടിക്ക് ഏത് കാര്യത്തിനും എന്തിനും ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും അനുമതി ചോദിക്കേണ്ട അവസ്ഥ വരുന്നു. അത് ഒരു വളരെ മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പരിധിയിലധികം അനുസരണയുള്ള കുട്ടികൾ, ഇൻഡിപെൻഡൻ്റ് അല്ലാതെ വളർന്നു വരുന്ന കുട്ടികളും പ്രശ്നക്കാരാകും. തീർച്ചയായിട്ടും. ഇത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു വ്യക്തിത്വ വൈകല്യമാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉടനീളം മറ്റാരെയെങ്കിലും ആശ്രയിച്ചേ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പരിധിവരെ ജനിതകമാണ്. ഓക്കെ. വലിയൊരളവ് വരെ പേരൻറ്റിങ്ങിൻ്റെ സ്വാധീനം അതിലുണ്ട്. അപ്പോൾ നിരന്തരമായി കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ഒരു വര വരച്ചു കൊടുത്ത് ഈ രീതിയിലൂടെ മാത്രം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിച്ച് ഒരു സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ സ്വന്തം ചിന്തയുടെ ഫലമായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ തിരിച്ചടികൾ നേരിടാനോ ഉള്ളൊരു അവസരം കൊടുക്കാതെ, ഇൻഡിപെൻഡൻ്റ് ആക്കാതെ വളർത്തുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ദുരന്തമായി തന്നെ വിവാഹ ജീവിതം മാറാനുള്ള സാധ്യത. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ച രീതിയിലൊക്കെ വളർന്നു വരുന്ന ഇൻഡിവിജ്വൽസ്, ആ കൊച്ചുകുട്ടികൾ ഒരു മുതിർന്നവരായി മാറുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വളർച്ചയ്ക്ക് ഇടയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് താങ്ങാൻ സാധിക്കാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു രീതി കാണാൻ സാധിക്കും അല്ലേ? പലപ്പോഴും അവർ പതറിപ്പോകുന്ന, ജീവിതത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് പേരൻറ്റിങ്ങിൻ്റെ പ്രധാന ജോലി. എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആക്കുക? ഏത് പ്രായത്തിൽ തുടങ്ങണം? ഞാൻ പറയും, ഒരു 3-3.5 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് വിഷ്വൽ മെമ്മറി, ദൃശ്യസ്മൃതി എന്നൊരു കഴിവ് വരും. ആ പ്രായം തൊട്ട് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കണം. ഇപ്പം 4 വയസ്സുള്ളൊരു കുട്ടി മേശപ്പുറത്ത് ഗ്ലാസ് എടുത്ത് വെക്കുക ഡിന്നറിൻ്റെ സമയത്ത്. ഈ ജോലി നിൻ്റേതാണ്, നീയാണ് ചെയ്യേണ്ടത്, മറ്റാരും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുക. അത് നന്നായി ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞ് അഭിനന്ദിക്കുക. ഇങ്ങനെയാണ് ആ ഇൻഡിപെൻഡൻസിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അവധിക്കാലമാകുമ്പോൾ ചെടികൾ നട്ടു വളർത്തുക,
വെള്ളമൊഴിച്ച് അതിനെ വളർത്തുക. ഇതൊരു വളരെ മനോഹരമായൊരു പ്രോസസ്സാണ്. കാരണം ഒരു കൊച്ചുകുട്ടിയെ ഒരു രക്ഷിതാവ് വളർത്തുന്നതിന് തുല്യമായൊരു പ്രോസസ്സാണ് ഒരു ചെടിക്ക് വെള്ളമൊഴിച്ച് അതിനെ വളർത്തുന്നതോ ഒരു വളർത്തു മൃഗത്തിനെ പരിപാലിക്കുന്നത്. ഓക്കെ. അത് ഒരുപാട് അനുതാപം അല്ലെങ്കിൽ എമ്പതി വളർത്താൻ സഹായമായ കാര്യമായിരിക്കും. പിന്നെ പതിയെ പതിയെ നമ്മൾ 4 മണിക്ക് കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 തൊട്ട് 6 വരെ കുട്ടിക്ക് കളിക്കാൻ പോകാനുള്ള അവസരമുണ്ട്. അതങ്ങ് കൃത്യമായ നിരീക്ഷണത്തിലൊന്നും വേണമെന്നില്ല. സ്വന്തം നിലയ്ക്ക് പോയി കളിയിലൂടെ കുറേ ജയങ്ങളും തോൽവികളും തിരിച്ചടികളും ഒക്കെ ഉണ്ടാവും. വേണം. അപ്പം ഓക്കെ. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കളിയിലൊരു തോൽവി ഉണ്ടായാൽ അടുത്ത കളിക്ക് ജയിക്കാം. അതെ. തോൽവി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ അവസാനമല്ല അവസാനമല്ല. എന്നൊരു ധാരണ കിട്ടുന്നു. ഇനി അതെ. ജയം വരുമ്പോൾ അങ്ങേയറ്റം ആഹ്ലാദിക്കേണ്ട കാര്യമില്ല, അടുത്തതിൽ കറക്റ്റ്. തോൽക്കാം. തോൽക്കാം. അപ്പം ശരിക്കും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഈ പ്ലേ എന്ന് പറയുന്ന സംഗതി പോലും. ഓക്കെ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുക. അപ്പോൾ അവിടെ ഒരു മുതിർന്ന വ്യക്തികൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി വരുമ്പോൾ ചിലപ്പോൾ അവൻ അവഗണിക്കപ്പെടാം, അവഹേളിക്കപ്പെടാം. ഇതൊക്കെ ഒരുതരം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അവൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്നു. അവന് സംശയമുള്ള കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാനുള്ളൊരു അവസരവും കൊടുക്കണം. ഒരു 1 മണിക്കൂർ ക്വാളിറ്റി ടൈം കുട്ടിക്ക് സംസാരിക്കാനൊരു അവസരം വീട്ടിൽ കൊടുക്കണം. ആ 1 മണിക്കൂറിൽ ഇന്ന് ഞാനിങ്ങനെ കടയിൽ പോയപ്പോൾ എന്നെ ആ കടക്കാരൻ ഇന്ന രീതിയിൽ അവഹേളിച്ചു. അപ്പം നമ്മൾ ഒരു സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഇനി ഉണ്ടായാൽ നീ എന്ത് ചെയ്യും? ഒരു സോക്രാറ്റിക് മെത്തേഡ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയും. പഴയ സോക്രട്ടീസിൻ്റെ രീതിയാണ്. ഓക്കെ. വെറുതെ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാതെ സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെ ആലോചിച്ച് അവനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അപ്പം അവൻ്റെ ആത്മവിശ്വാസം കൂടും. ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയ പരിഹാര മാർഗമാണ്. ആ ഒരു കോൺഫിഡൻസ് അവനിൽ വരും. മാത്രമല്ല അങ്ങനെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉം. ഇങ്ങനെയാണ് ആ ഒരു കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. നടത്തേണ്ടത്. ഓക്കെ. ഇത്തരത്തിൽ മറ്റൊന്ന് അങ്ങ് പറഞ്ഞു, ഈ ഒരു പരാജയം സംഭവിക്കുമ്പോൾ ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കാൻ നമ്മൾ പഠിപ്പിക്കണമെന്ന്. അത് ഏറ്റവും പ്രസക്തമാകുന്നത് ഈ പരീക്ഷകളിൽ തോൽക്കുമ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന കുട്ടികളുടെ അവസ്ഥയാണ്. അത് പലപ്പോഴും ഇപ്പോൾ മാതാപിതാക്കളുടെ വലിയ ആശ്രയമാണ് മക്കൾ, അവരുടെ എല്ലാ പ്രതീക്ഷയുമാണ്. പക്ഷേ ഇതെല്ലാം കൊണ്ടും ഈ പ്രതീക്ഷയുടെ ഭാരം പേറി മുന്നോട്ട് പോകുന്ന കുട്ടികൾ ഒരു തോൽവി, പരീക്ഷയുടെ തോൽവിയിൽ എല്ലാം തകർന്നു എന്ന് കരുതി ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആത്മഹത്യാ നിരക്ക് കൂടുന്നു, കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കൂടുന്നു. ഈ വാർത്ത ഇങ്ങനെ നിരന്തരം വായിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയിലേക്ക് തന്നെ പോകുന്നത്. പരീക്ഷകൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇത് വലിയ ഒരു മാറ്റർ ഓഫ് കൺസേൺ തന്നെയാണ്. മാതാപിതാക്കൾ എന്തറിഞ്ഞിരിക്കണം, കുട്ടികൾ എന്തറിഞ്ഞിരിക്കണം? കാരണം ഞാൻ മാതാപിതാക്കൾ എന്തറിഞ്ഞിരിക്കണം എന്ന് ചോദിക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? ഈ മാതാപിതാക്കൾ കുട്ടികളെ ഉന്തിയും തള്ളിയും അവരുടെ ആഗ്രഹം മക്കളിലൂടെ സാധിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. അവൻ്റെ കഴിവെന്ത് എന്ന് തിരിച്ചറിയാതെ, അവൻ മെഡിസിന് പറ്റിയ ആളല്ലാതിരുന്നിട്ട് പോലും അവനെ തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് താങ്ങാനാകാതെ മരിക്കുന്ന കുട്ടികളുണ്ട്. IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് അതായത് അവൻ 10ാം ക്ലാസ് ആയാലും 12ാം ക്ലാസ് ആയാലും 1ാം റാങ്ക് മേടിച്ച് വരുന്നവനായിരിക്കും. പക്ഷേ ഹീസ് നോട്ട് ഫോർ ദാറ്റ്, ഹീസ് നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. പക്ഷേ എങ്കിലും അവനെ തള്ളിവിടുകയാണ്, സ്റ്റാറ്റസ് പ്രശ്നം. അപ്പോൾ അങ്ങനെ എന്താണ്, അവിടെ താങ്ങാനാകാതെ കുട്ടി ആത്മഹത്യയിലേക്ക് പോവുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്നോട് ക്ഷമിക്കണം അച്ഛനും അമ്മയും, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. ഇപ്പം 14,500ഓളം വിദ്യാർത്ഥികളാണ് 2024 ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ആത്മഹത്യ. 2023 കണക്കെടുത്ത 13,298 ഒരു 1,200ൻ്റെ വർധന ഒറ്റ വർഷം കൊണ്ട് വരികയാണ്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അത് രാജസ്ഥാനൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില കോച്ചിങ് സ്ഥാപനങ്ങളും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ ആത്മഹത്യാ നിരക്കുകൾ കൂടുന്നതായിട്ടുള്ള വാർത്തകൾ വ്യാപകമായിട്ട് വരികയും ചെയ്തു. ഇവിടെ നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, വരേണ്യമായ തൊഴിൽ മേഖലകളില്ല. എല്ലാ തൊഴിൽ മേഖലകളും ശ്രേഷ്ഠമാണ്. അത് ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്താൽ, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ കുടുംബത്തിലാരെങ്കിലും ഡോക്ടറായി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ ഉടനെ അടിച്ചു തല്ലി ആ വഴിക്ക് വിടേണ്ടതില്ല. അവൻ ഒരു പക്ഷേ മറ്റ് ചില മേഖലകളിലായിരിക്കും അഭിരുചിയുള്ളത്. അപ്പോൾ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തി അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ടാമത്തേത്. അപ്പോൾ പല മാതാപിതാക്കളും പറയാറുണ്ട്, അവന് ഒന്നിനോടും പ്രത്യേകം താല്പര്യമില്ല, അല്ലെങ്കിൽ അവൻ എല്ലാ വിഷയങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, പിന്നെ അവനെ IITയിലേക്ക് വിട്ടൂടെ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇപ്പം ഈ 10ാം ക്ലാസ് വരെ
പ്രത്യേക രീതിയിൽ പഠിച്ച് മാർക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ടാണ് ഈ അഭിരുചി എന്ന് പറഞ്ഞൊരു സംഗതി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചുണ്ടെങ്കിൽ ഒരു ശാസ്ത്രീയമായ ഒരു ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ് നടത്തി നമുക്കത് കണ്ടെത്താം. 3 സ്റ്റെപ്പുകളിലൂടെയാണ് അത് നടക്കുന്നത്. ഒന്ന്, ബഹുമുഖ ബുദ്ധിവൈഭവ പരിശോധന, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്. ഹോവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ, അദ്ദേഹമാണ് ഈ ഒരു ബഹുമുഖ ബുദ്ധിവൈഭവം എന്നൊരു സംഗതി ഡെവലപ്പ് ചെയ്തത്. ഭാഷാ സംബന്ധമായ ബുദ്ധി തൊട്ട് ആത്മീയ ബുദ്ധി വരെ 9 വ്യത്യസ്ത തരം ബുദ്ധിവൈഭവങ്ങളുണ്ട്. അത് കൃത്യമായ പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റും. 2, ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാ സംബന്ധമായ ബുദ്ധിയുള്ളൊരു കുട്ടിക്ക് 4-5 വ്യത്യസ്ത വഴികളിൽ അയാൾക്ക് പോകാം. മാധ്യമപ്രവർത്തകനാകാം, എഴുത്തുകാരനാകാം, അധ്യാപകനാകാം, അഭിഭാഷകനാകാം. ഇതിനെല്ലാം വ്യത്യസ്ത സ്കിൽ സെറ്റുകളാണ് വേണ്ടത് താനും. കറക്റ്റ്. അപ്പം അതിൽ ഏതാണ് ഈ കുട്ടിയെ ഏറ്റവും ആസ്വദിക്കുന്നതെന്ന് കണ്ടെത്താനാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റ് അല്ലെങ്കിൽ അഭിരുചി നിർണ്ണയം എന്ന് പറയുന്നത് നടത്തുന്നത്. 3-ാമത്തെ സ്റ്റെപ്പ് വ്യക്തിത്വ പരിശോധനയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അന്തർമുഖ വ്യക്തിത്വമുള്ള ഒരാൾ, അദ്ദേഹം മാധ്യമപ്രവർത്തകനാകാൻ പോയാൽ കുറച്ച് പരിമിതികളും ബുദ്ധിമുട്ടുകളും നേരിടും. പക്ഷെ അദ്ദേഹം എഴുത്തുകാരനാകാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരത്തുമില്ല. അപ്പോൾ ആ പേഴ്സണാലിറ്റി അസസ്മെൻറ്റും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായി ചെയ്യുമ്പോൾ ഏതാണ് നമ്മുടെ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ മേഖല അല്ലെങ്കിൽ ഭാവിയിലെ ഉപജീവന മേഖല വ്യക്തമാവും. ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അധ്യാപകരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ പ്രൊഫഷണൽ ഹെൽപ്പ് വഴിയോ നമുക്കത് കണ്ടെത്താൻ അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. സംവിധാനമുണ്ട്. അത് ഈ 3 ടെസ്റ്റ് നമുക്ക് കുട്ടികളെ ഏതൊക്കെ പ്രായത്തിൽ അതിന് വിധേയരാക്കാം? ഞാനത് പറയുന്ന ഒരു ഹൈസ്കൂൾ ക്ലാസ് എത്തിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട്, 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ ഈ ഒരു ടെസ്റ്റിന് വിധേയമാക്കിയാൽ. കാരണം 11ലാണ് ചില വിഷയങ്ങൾ ഒഴിവാക്കണോ വേണ്ടയോ, കണക്ക് ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ള പ്രധാന തീരുമാനം ആ ഘട്ടത്തിലാണ് വരും. അപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇതിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തത കിട്ടും. ആ വ്യക്തതയ്ക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ 3-ാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. ഓരോ കുട്ടിയുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. കുടുംബത്തിൽ ആരെങ്കിലും IIT-യിൽ പോയി റാങ്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അദ്ദേഹം നന്നായി വരട്ടെ. പക്ഷെ നമ്മുടെ കുട്ടിയെ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതൊരു ഡീമോട്ടിവേഷനായി മാറുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ പഠിക്കാത്തതിൻ്റെ കാര്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിരന്തരം കുറ്റപ്പെടുത്തുക അത് ഒഴിവാക്കി, ചില നല്ല കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല, നല്ലതിനെ ഒന്ന് അഭിനന്ദിക്കുകയും കൂടെ ചെയ്യാനായിട്ട് ഒരു സമയം കണ്ടെത്തണം. പിന്നെ 5-ാമത്തെ ഒരു കാര്യം, പലപ്പോഴും ഈ മാതാപിതാക്കളുടെ ആഗ്രഹം മാത്രമല്ല, കുട്ടികളുടെ ചില ആഗ്രഹങ്ങളും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. ഇപ്പോൾ കാനഡയിലേക്ക് പോവുക, അതൊരു ട്രെൻഡുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ട്രെൻഡുകളുണ്ട്. കാനഡയിൽ ഏത് കോഴ്സ് പഠിക്കാൻ പോകുന്നു വ്യക്തതയില്ല. അപ്പോൾ അയൽവാസിയായ ഒരാൾ പോയി, കസിനായിട്ടുള്ളൊരു ചേട്ടൻ പോയി, അവരൊക്കെ എന്ത് കോഴ്സാണ് പഠിക്കുന്നത് അതൊന്നും അറിഞ്ഞുകൂടാ. അവർ ഹാപ്പിയാണ്, അവിടെ ചില്ലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു ധാരണയുമില്ലാതെ ഈ മുൻപേ ഗമിക്കുന്ന ഗോവിൻ്റെ പുറകെ പോയിട്ട് അവിടെ പോയി പലപ്പോഴും പല ലഹരി വസ്തുക്കൾക്കും ഒക്കെ അടിമപ്പെട്ട് വളരെ മോശമായ അവസ്ഥയിൽ 1 കൊല്ലം കഴിഞ്ഞ് അല്ലെ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ദിശാബോധമില്ലാതെ ദിശാബോധമില്ലാതെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും ഇത്തരത്തിലൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ വെറുതെ ചില്ല് ചെയ്യാൻ പോവുക എന്നുള്ളതിനപ്പുറം ജീവിതത്തിൽ എന്താകണം എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിന് അനുകൂലമാണോ എന്നുള്ള ചിന്തിച്ച് പോകണം. പിന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പലരും പറയുന്നൊരു കുറ്റപ്പെടുത്തൽ, കുട്ടികളടക്കം, എംപ്ലോയബിലിറ്റി, അതായത് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന നിപുണതകൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് അടക്കമുള്ള മേഖലകളിൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിക്കാർ ആദ്യം തൊട്ട് ട്രെയിൻ ചെയ്യണം, ഈ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ പഠിപ്പിക്കാൻ. അപ്പോൾ ആ ഒരു സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്, നിപുണതകൾ വർദ്ധിപ്പിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ട്രെയിനിങ് എഞ്ചിനീയറിംഗ് മാത്രമല്ല എല്ലാ മേഖലകളിലും, ബിരുദ തലത്തിലുള്ള എല്ലാ മേഖലകളിലും അത് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ വിദേശത്തേക്ക് പോയി ജീവിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം 14 വയസ്സ് തൊട്ട് പല പാശ്ചാത്യ രാജ്യങ്ങളിലും കുട്ടികൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കും. ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളും മാറേണ്ടിയിരിക്കുന്നു. കുട്ടികൾ 14 വയസ്സിൽ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പഠിത്തത്തിൽ ഉഴപ്പും എന്നാണ് മാതാപിതാക്കൾ കരുതുന്നത്. ഒരിക്കലുമല്ല. അവർ ജോലി ചെയ്യാൻ പോകാതിരുന്നുകൊണ്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ സമയം. അപ്പം ആ മൊബൈൽ അടിമത്തം മാറ്റാനും
ഒരു 2 മണിക്കൂർ ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി പൈസയുടെ വില എന്തെന്ന് മനസ്സിലാക്കി ആ കറക്റ്റ്. പൈസ എങ്ങനെ ഫിനാൻഷ്യൽ സംരക്ഷിക്കും മാനേജ്മെന്റ് പഠിപ്പിക്കണം. അത് ആ പഠിപ്പിക്കാനുള്ള സാക്ഷരത വേണം. തീർച്ചയായിട്ടും അതൊരു അവസരം. അപ്പൊ സാമ്പത്തിക ഞാൻ സാക്ഷരത. കരുതുന്ന ഒരു 10 കൊല്ലം കഴിഞ്ഞ് കേരളം എടുക്കുമ്പോൾ ഒരു 14 വയസ്സ് തൊട്ടുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയി. ലെറ്റ് ഇറ്റ് ഗോ. അത് പോട്ടെ എന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് പെരുപ്പിച്ച് നമ്മൾ വലിയൊരു ബാഗേജും തൂക്കി നടക്കുകയാണ്. ആ ഒരു സ്ട്രെസ്സിൻ്റെ ബാഗേജ് തൂക്കി നടക്കുന്നു. അതൊന്ന്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ തിരിച്ചടിക്കണം, അവന് പ്രതികാരം ചെയ്യണം. ഓഫീസിലെ പ്രതികാരങ്ങൾ ഇത്തരത്തിൽ ലെറ്റ് ഇറ്റ് ഗോ എന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു 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 റിലാക്സേഷൻ, ആ ഒരു സമാധാനത്തെക്കുറിച്ച് കൂടി ഒന്ന് ഡോക്ടർ പറയാമോ? തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആളുകളും ഓഫീസിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, അതിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരാൾ കള്ള് കുടിച്ച് മധുവന്മത്തനായി നിന്നുകൊണ്ട് നിങ്ങളെ അസഭ്യം പറയുകയാണ്, നിങ്ങൾ ഇരുന്നോട്ട് കരയാറുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നിങ്ങൾക്കറിയാം ഇറ്റ് ഇസ് ദ റിയാക്ഷൻ ഓഫ് എ ഡിസീസ്ഡ് മൈൻഡ്. ഒരു രോഗാതുരമായ മനസ്സിൻ്റെ പ്രതികരണമാണ്, അതിനെ ഗൗരവമായി എടുക്കേണ്ടതില്ല. അപ്പം അതേപോലെ തന്നെ ഇപ്പം മദ്യപിക്കാതെ തന്നെ മറ്റുള്ളവരെ ബോധപൂർവം അവഹേളിക്കുക എന്ന ലക്ഷ്യബോധത്തോടെ സംസാരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ട്, എല്ലാ തൊഴിൽ മേഖലകളിലും ഉണ്ട്, എല്ലാ സാമൂഹ്യ മേഖലകളിലും ഉണ്ട്. അപ്പോൾ ഒരു വിമർശനം കേട്ട് കഴിഞ്ഞാൽ അതിൽ തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുക. അപ്പം നമ്മുടെ സ്വഭാവത്തിൽ ഈ ഒരു കറക്ഷൻ വരുത്തിയാൽ കൂടുതൽ നന്നായിരിക്കുമോ ഒന്ന് വിലയിരുത്തുക. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങളെ മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അദ്ദേഹം അത് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഈ റോഡരികിൽ കള്ളു കുടിച്ച് തെറി വിളിക്കുന്ന ആളിന് തത്തുല്യമായി പരിഗണിക്കുക. അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ഫ്രസ്ട്രേഷൻ്റെ പ്രതിഫലനമായിരിക്കാം അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പഠിക്കണം. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയാൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ഒന്നുകിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തോ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. 2, അവൻ എന്ത് ധൈര്യത്തിലാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ ഭാര വെക്കാം എന്നുള്ള ഗവേഷണത്തിലേക്ക് പോകും. 2ൻ്റെയും ആവശ്യമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനെ നന്നായി സ്വാധീനിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടാവും, നമുക്ക് തുറന്ന് സംസാരിക്കാവുന്ന വ്യക്തികളുണ്ടാവും, അല്ലാത്ത ധാരാളം വ്യക്തികളുണ്ടാവും. നിങ്ങളിനി എത്ര മഹാനായാലും ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ സാധ്യമല്ല. നിങ്ങളെ കല്ലെറിയുന്ന ഒരു വിഭാഗം ആളുകൾ അന്നും ഉണ്ടാകും. അപ്പം അവർ കല്ലെറിയുന്നത് അവരുടെ മനസ്സിൻ്റെ ആന്തരികമായിട്ടുള്ളൊരു നിരാശയുടെ പ്രതിഫലനമായിട്ട് മാത്രം അതിനെ എടുക്കാവുന്നതാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇതൊന്നും നിങ്ങളെ വലുതായിട്ട് സ്പർശിക്കില്ല. തീർച്ചയായും ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം ടോക്കിംഗ് പോയിന്റ് ചർച്ചയ്ക്കെടുത്തത്. അനാവശ്യ മത്സരങ്ങൾ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും തയ്യാറാകരുത്, അതിന് പരിഹാരം കണ്ടെത്തുക. ഒപ്പം തന്നെ കൊച്ചുകുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ സ്വതന്ത്രരായി വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക, അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരെ വളർത്തുക, അവരുടെ കഴിവെന്ത് എന്ന് തിരിച്ചറിഞ്ഞ മക്കളെ പഠിപ്പിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ബ്രാഞ്ചസ് തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആത്മഹത്യകളുടെ നിരക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെ വളർന്ന് വലുതായി നല്ല കാര്യപ്രാപ്തിയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെറ്റായ മാർഗങ്ങളിലേക്ക് അവർ പോകില്ല, ലഹരിക്ക് അടിമപ്പെടില്ല, ആത്മഹത്യ ചെയ്യില്ല, സാമ്പത്തികമായി അച്ചടക്കം ഇല്ലായ്മ അവരുടെ ജീവിതത്തിൽ ബാധിക്കില്ല. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ. അതുകൊണ്ട് അവരെ അറിവും ഒപ്പം തന്നെ തിരിച്ചറിവും സ്നേഹവും കരുണയും കെയറിങ്ങുമുള്ള ഇൻഡിവിജ്വൽസായി അവരെ വളർത്തിയെടുക്കുക. അതുപോലെ അനാവശ്യ ഈഗോ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഓഫീസ് പൊളിറ്റിക്സൊക്കെ വിട്ടുകളയുക. നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല, നമുക്ക് എല്ലാവരെയും ശരിയാക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം, അതിനുവേണ്ടി സന്തോഷം, അതിനുവേണ്ടി നല്ല രീതിയിൽ ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ദോഷം ചിന്തിക്കാതിരിക്കുക, വെറുതെ സ്ട്രെസ്സും ബാഗേജസും കൊണ്ട് ഇങ്ങനെ നടക്കാതിരിക്കുക, സമാധാനമായി ജീവിക്കുക. ഈ ഒരു വളരെ സുന്ദരമായ ഭൂമിയിൽ സമാധാനമായി സന്തോഷമായി ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.